ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 25 ക്രിസ്മസും കഴിഞ്ഞതേ ബോക്സിംഗ് ഡേ എത്തി. 26 ഡിസംബർ. എന്താണ് ഈ ബോക്സിംഗ് ഡേ എന്നല്ലേ? ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ദിവസമാണ് ബോക്സിംഗ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ബോക്സിംഗ് ഡേയുടെ ചരിത്രം പലതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഹിസ്റ്ററി ഇങ്ങനെയാണ്. പണ്ട് കാലത്ത് ഇംഗ്ലണ്ടിലെ ധനിക കുടുംബങ്ങൾക്ക് വേണ്ടി ക്രിസ്മസ് ദിവസവും ജോലി ചെയ്ത ആൾക്കാർക്ക് വിശ്രമിക്കാനും ആഘോഷിക്കാനും വേണ്ടി ഒരു ദിവസം. അവരുടെ സേവനത്തിന് നന്ദി സൂചകമായി ഗിഫ്റ്റും പൈസയും ഒക്കെ ബോക്സുകളിലാക്കി ജോലിക്കാർക്കായിട്ട് കൊടുക്കും. ഇതാണ് പ്രചരിക്കുന്നതിലെ ഒരു പ്രധാന കഥ. നമ്മുടെ ബോക്സിംഗ് ഡേ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ആയിരുന്നു. ഈ ചിക്കൻ റോസ്റ്റ് റെസിപ്പി വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയും. ഈ ചിക്കൻ റോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരുന്നത് ഏകദേശം 2 കിലോയോളം വരുന്ന ഒരു ചിക്കനാണ്. നമ്മളിതിൽ തൊലി കളയാത്ത ചിക്കനാണ് ഉപയോഗിച്ചേക്കുന്നത്. ഈ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് റെസിപ്പി ഏഞ്ചലിൻ്റെ പ്രിപ്പറേഷനാണ്. പ്രധാനമായും ചിക്കൻ്റെ 3 ഭാഗത്തായിട്ടാണ് മാരിനേഷൻ വന്നേക്കുന്നത്. ഒന്ന് ചിക്കൻ അകത്ത് സ്റ്റഫിങ്ങും, ഒന്ന് ചിക്കൻ്റെ തൊലിപ്പുറത്തും, ഒന്ന് ചിക്കൻ്റെ തൊലിക്ക് അകത്തും. ചിക്കൻ്റെ തൊലിക്ക് അകത്ത് സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊലി ഒന്ന് സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചോ തൊലിയും ചിക്കൻ്റെ ഭാഗമായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. മെൽറ്റ് ചെയ്യാത്ത ബട്ടറിനകത്തേക്ക് ഇച്ചിരി ഉപ്പും കുരുമുളകും ബാർബിക്യൂ സീസണിങ്ങും വെച്ച് കുഞ്ഞുരുളകളാക്കി അതിനകത്തിലേക്ക് വെച്ച് കൊടുക്കുക. ഇതേ വീഡിയോയിൽ കാണുന്ന പോലെ. ഇനി ചിക്കൻ്റെ അകത്തെ സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും മല്ലിയിലയും ഷാലറ്റ്സ്, നമ്മുടെ ചെറിയുള്ളിയില്ലേ, അത് ഇവിടെ കിട്ടുന്ന കടകളിൽ നിന്ന് കിട്ടുന്നതാവുന്നതാണ് കുറച്ചും കൂടി ഉചിതം. പിന്നെ ബേക്കിംഗ് പൊട്ടാറ്റോസും കൂടി അരിഞ്ഞെടുക്കാം. അതിലേക്ക് ഒരു പീസ് കറുകപ്പട്ടയും ഒരു തക്കോലോ 2-3 ഏലക്കയും 3-4 ഗ്രാമ്പും മിക്സ് ചെയ്ത് ഇടണം. പൊട്ടാറ്റോസ് ബേക്കിംഗ് പൊട്ടാറ്റോസ് ആവുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റിന് നല്ലതെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ അരിഞ്ഞെടുക്കുന്നതാവും ഉചിതം. ഒത്തിരി ചെറുതാക്കുകയോ ഒത്തിരി വലുതാക്കുകയും ചെയ്യുന്നത് നല്ലതല്ല. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും പെപ്പറും ഇച്ചിരി സോൾട്ടും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ബേക്കിംഗ് പൊട്ടറ്റോയുടെ എല്ലാ സ്ഥലത്തും എത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടുത്തെ കടകളിൽ കിട്ടുന്ന ഷാലറ്റ്സ് ആട്ടോ ഇത്, ചെറിയുള്ളി. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ ചെറിയുള്ളിയുടെ സെയിം ഫ്ലേവർ അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. കൈവച്ച് തിരുമ്മി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അത് കഴിഞ്ഞ് നമുക്കിത് ചിക്കനുള്ളിലേക്ക് സ്റ്റഫ് ചെയ്യാം. ഈ സ്പൈസസ് എല്ലാം ഇട്ടിരിക്കുന്നത് കൊണ്ടിട്ട് തന്നെ ചിക്കൻ അകത്തുനിന്ന് സ്പൈസി ഫ്ലേവർ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ കുറച്ച് മുന്നേ ചിക്കൻ്റെ സ്കിന്നിനകത്തേക്ക് യൂസ് ചെയ്ത സെയിം മാരിനേഷൻ തന്നെയാണ് ചിക്കൻ്റെ തൊലിക്ക് പുറത്തും യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒരു വ്യത്യാസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്യുക, കുരുമുളകും ഉപ്പും ബാർബിക്യൂ സീസണുമായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് പുറത്ത് തേച്ച് പിടിപ്പിക്കുക. കുഞ്ഞു പിള്ളേരെ കുളിപ്പിക്കാൻ സോപ്പ് തേക്കുന്ന പോലെയുണ്ട്, പക്ഷേ ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം. എല്ലായിടത്തും മസാല ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നമ്മളിവിടെ സ്റ്റഫിങ് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പലയിടത്തായിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി വെക്കുകയും അതേപോലെ തന്നെ കാല് തമ്മിൽ കെട്ടിവെക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ചിക്കൻ റോസ്റ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ രീതിയിലാണ്. നമ്മളൊരു ട്രേ എടുക്കുക, ഓവനിൽ വെക്കുന്ന ട്രേ, അതിനകത്തിൽ സിൽവർ ഫോയിൽ ഇട്ടിട്ട് നമ്മൾ കവർ ചെയ്ത് വെച്ചു. ആ ട്രേയിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടാറ്റോസ് വെക്കാം. അതിന് തൊട്ട് മുകളിലായിട്ട് ഓവൻ റാക്ക് വെച്ച് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ചിക്കൻ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ചിക്കനകത്തിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ബട്ടറും ചിക്കൻ്റെ ഫാറ്റും കൂടെ നേരെ ഡ്രിപ്പ് ചെയ്ത് വീഴുന്നത് ഈ പൊട്ടാറ്റോസിലേക്കാണ്. അതിൽ കിടന്നാണ് പൊട്ടാറ്റോസ് കുക്കാവുന്നതും നന്നായിട്ട് മുരിഞ്ഞു വരുന്നതും. ചിക്കൻ ഏകദേശം കുക്കായി വരുമ്പോൾ തന്നെ അടുക്കള മൊത്തം ചിക്കൻ റോസ്റ്റിൻ്റെ നല്ല അടിപൊളി ഒരു മണം വന്നുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അവനിലൊരു 220 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം 1.5 മുതൽ 1.25 മണിക്കൂർ വരെ റോസ്റ്റ് ചെയ്താണ് ചിക്കൻ നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ചിക്കൻ കണ്ടില്ലേ, നല്ല കളറായിട്ടില്ലേ? അതുപോലെ അസാധ്യ ടേസ്റ്റുമായിരുന്നു. എനിക്ക് ചിക്കനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ പൊട്ടറ്റോസ് വെന്ത് വന്ന ഫ്ലേവറും പൊട്ടറ്റോസ് റോസ്റ്റ് ചെയ്ത് വന്നേക്കുന്ന രീതിയുമായിരുന്നു. പൊട്ടറ്റോസ് ഒന്നും വേണ്ട, ഞാൻ ചിക്കൻ ഫാനാണ്, ചിക്കൻ മാത്രം മതി എന്ന് പറഞ്ഞ ഫാഹി പൊട്ടറ്റോസ് ഒന്ന് ടേസ്റ്റ് ചെയ്തതേ ഓർമ്മയുള്ളൂ. പിന്നെ കാണുന്നത് പാത്രം കാലിയാക്കുന്ന കഥയാണ്. ഞങ്ങൾ 6 പേരും ഈഗർലി വെയിറ്റിംഗ് ആയിരുന്നു ഈ ചിക്കനകത്തുള്ള സ്റ്റഫിങ് എങ്ങനെ വരും എന്നറിയാനായിട്ട്. നേരെ ചിക്കൻ കട്ട് ചെയ്തു. നമ്മൾ പറയില്ലേ ഒടുക്കത്തെ മണാണെന്നൊക്കെ, അതായിരുന്നു അതിനകത്തിൽ മൊത്തം ഉണ്ടായിരുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിലോ കഫേയിലോ ഒക്കെ പോകുന്ന സെയിം സ്മെല്ല് നമുക്കിവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ചിക്കൻ കട്ട് ചെയ്ത് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അകത്ത് നല്ല പോലെ ജ്യൂസിയും നല്ല സോഫ്റ്റ് ആൻഡ് ടെൻഡർ ആയിട്ടിരിക്കുന്ന ചിക്കനും പുറത്ത് നല്ല റോസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു ടെക്സ്ചറും ആയിരുന്നു ഈ ചിക്കനകത്തിലുണ്ടായിരുന്നത്. അകത്ത് നമ്മൾ സ്റ്റഫ് ചെയ്യാൻ വെച്ചിരുന്ന ബേക്കിംഗ് പൊട്ടാറ്റോസും ഷാലറ്റ്സും ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ചിക്കൻ നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുന്നായിട്ട് ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന ബട്ടറിൻ്റെയും ഫാറ്റിൻ്റെയും ലിക്വിഡ് നമ്മുടെ ആ പൊട്ടാറ്റോസിൻ്റെ ട്രേക്കകത്തിൽ ബാക്കി വന്ന് കിടപ്പുണ്ടായിരുന്നു. അത് തന്നെ ഇതിനകത്തിൽ ഡ്രിപ്പ് ചെയ്ത് വെച്ചു. അത് കുറച്ചുകൂടി നന്നായിട്ട് ഫ്ലേവർ കൂട്ടി തന്നു. പൊട്ടാറ്റോസൊക്കെ ആദ്യമേ തീർന്നു കൊണ്ടിട്ട് രാവിലെ ബാക്കി വന്ന് ഇടിയപ്പം വെച്ചിട്ടാണ് ബാക്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത്. ചിക്കനൊക്കെ നിമിഷ നേരം കൊണ്ടിട്ട്, ഞങ്ങൾ 6 പേരുണ്ടായിരുന്നല്ലോ, നിമിഷ നേരം കൊണ്ടിട്ട് തന്നെ തീർന്നു കിട്ടി.
ടേസ്റ്റ് കൂടുതൽ കാരണം ഇരിക്കാൻ പോലും ഞങ്ങളാരും മെനക്കെട്ടില്ല, നിന്ന് തന്നെ കഴിച്ചു. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.